സിൽവറിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് തന്നെയാണ് അതിൻ്റെ പ്രൈസിലുണ്ടായിരിക്കുന്നത്. നിലവിലിപ്പോൾ മെയ് എക്സ്പയറിയിലുള്ള ഒരു പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ 2,94,503 രൂപ പെർ കിലോഗ്രാം എന്ന് പറയുന്ന ഒരു നിരക്കിലെത്തിയിട്ടുണ്ട്. ജൂലൈ എക്സ്പയറി പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 3 ലക്ഷം മറികടക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കൂടാതെ സിൽവർ ETF-കൾ പരിശോധിക്കുകയാണെങ്കിലും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റാലി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ഓഹരി പരിശോധിക്കുകയാണെങ്കിലും ഒരൊറ്റ സിംഗിൾ സെഷനിൽ തന്നെ ഏകദേശം ഒരു 6% വലിയ രീതിയിലൊരു കുതിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ ഹിന്ദുസ്ഥാൻ സിങ്കിനെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ US ഇൻഫ്ലേഷൻ ഡാറ്റയൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വന്നിരിക്കുന്ന ഡിസംബർ മാസത്തിലെ കോർ CPI കണക്കുകൾ നിലവിലിപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഏകദേശം 0.2% ഒരു ഇൻക്രീസ് മാത്രമേ നിലവിലിപ്പോൾ കോർ CPIയിൽ ഉണ്ടായിട്ടുള്ളൂ. അതായത് നിലവിൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് 0.3% ഒരു വളർച്ചയായിരുന്നു. ഇയർ ഓൺ ഇയറിൽ പരിശോധിക്കുമ്പോൾ 2.7% എക്സ്പെക്റ്റ് ചെയ്തെടുത്തു നിന്ന് 2.6% ഒരു വളർച്ചയാണ് നിലവിലിപ്പോൾ US-ൻ്റെ CPI കണക്കുകളിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് കാര്യമായിട്ടുള്ള ഒരു പണപ്പെരുപ്പ ഭീഷണി നിലവിലിപ്പോൾ US-ൽ നിലനിൽക്കുന്നില്ല എന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ US ഫെഡിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ റേറ്റ് കട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലവിലിപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. US-ൽ നിന്ന് ഒരു റേറ്റ് കട്ട് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബോണ്ടിൽ നിന്നുള്ളൊരു നിക്ഷേപം ചുരുങ്ങുകയും ആ ഒരു ഫണ്ട് നിലവിലിപ്പോൾ പ്രഷ്യസ് മെറ്റൽ എന്നുള്ളൊരു നിലവിൽ ഗോൾഡിലേക്കും സിൽവറിലേക്കും വലിയ രീതിയിൽ തന്നെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഷിഫ്റ്റും ഉണ്ടാകും. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സിൽവറിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വരാനും ആ ഒരു ഓഹരി കൂടുതൽ മുകളിലേക്ക് പോകാനും ആ ഒരു കമ്മോഡിറ്റിയിൽ കൂടുതൽ ഡിമാൻഡ് കടന്നു വരാനും കൂടുതൽ പ്രൈസിൽ മുന്നേറ്റം ഉണ്ടാകാനുമുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു കാരണം നിലവിലിപ്പോൾ പ്രഷ്യസ് മെറ്റൽസിൻ്റെ ഒക്കെ തന്നെ ഡിമാൻഡൊക്കെ തന്നെ വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിച്ചേക്കാം. കൂടാതെ ജിയോ പൊളിറ്റിക്കൽ തലം പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ ഇറാൻ US പ്രശ്നം നിലനിൽക്കുന്നു. ഇറാനിലെ ആഭ്യന്തര സംഘർഷങ്ങൾ നിലനിൽക്കുന്നു. കൂടാതെ US വെനസ്വേല പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതും റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതും ഒക്കെ തന്നെ നിലവിലിപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നിലവിലൊരു സേഫ് ഹാവൻ എന്നുള്ളൊരു നിലയിലേക്ക് ഗോൾഡിലേക്കും സിൽവറിലേക്കും നിലവിലെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഗോൾഡിനെ ഔട്ട് പെർഫോമൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രകടനം തന്നെ സിൽവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും നിലവിലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്നുള്ളൊരു നിലയിലേക്ക് സിൽവറിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നു.